ഇത് നമ്മൾ ചട്ടിയിൽ നട്ട കുറ്റിപ്പയറാണ്. ഏകദേശം 10 ചട്ടിയിലായിട്ട് ഞാൻ നട്ടിരുന്നു. അതിൽ ഓരോ ചട്ടിയിലും 2 എണ്ണം വീതമാണ് നട്ടത്. ആകെ 20 തൈകളാണ് അന്ന് നട്ടിരുന്നത്. ഇത് വിത്ത് മുളപ്പിച്ച് നട്ട ചെടിയാണ്. ഓൾറെഡി ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇത് നടുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏത് ചെടിക്കും നമ്മൾ വളം ഇട്ടെടുക്കണതിൻ്റെ മുന്നേ തന്നെ നമ്മൾ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് ചട്ടിയിൽ നട്ട സമയത്ത് ഓടും കഷ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കരിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ മണ്ണ് നിറച്ചിട്ടുള്ളൂ. ഇനി ഓരോ വളപ്രയോഗത്തിലൂടെയും മണ്ണ് ഇങ്ങനെ കൂടി വന്നോളും. ഏകദേശം എല്ലാ ചട്ടിയിലുള്ള മണ്ണും നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വളം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇന്ന് ഇടാൻ പോകുന്ന വളം കോഴിക്കാഷ്ടമാണ്. അത് നല്ല രീതിയിൽ പൊടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെടിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ തണ്ടിലാവാത്ത രൂപത്തിൽ കുറച്ച് അകത്തിയിട്ട് വേണം നമ്മൾ വളം ചെയ്ത് കൊടുക്കാൻ. അല്ലാതെ നമ്മൾ അതിൻ്റെ മുരട്ടിൽ നേരെ തന്നെ ഇട്ട് കൊടുത്താൽ ചെടി ഉണങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആദ്യം ചെടി ഒന്ന് നനച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഏകദേശം എല്ലാ ചട്ടിയിലും വളം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ മണ്ണിട്ട് കൊടുക്കാം. ചെറിയ തോതിൽ നമ്മൾ മണ്ണിട്ടാൽ മതി. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇനി വീണ്ടും വളം ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഇത് മണ്ണ് കൂടുതലായി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വളമിടാൻ ബുദ്ധിമുട്ടാവും. ഇപ്പം മഴ ആയതുകൊണ്ട് ഓൾറെഡി മണ്ണിന് നല്ല ഈർപ്പുണ്ടാവും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കോഴിക്കാഷ്ടത്തിന് നല്ല ചൂടാണ് കേട്ടോ. അതുകൊണ്ട് നല്ല നനവും വേണ്ടി വരും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.